ഏകദേശം ഇനി ഒരു 4 കിലോമീറ്ററും കൂടെ ഉണ്ട് പിക്കപ്പ് സ്റ്റേഷനിലേക്ക്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അവിടുന്ന് നമുക്ക് വെരിഫിക്കേഷനൊക്കെ കഴിഞ്ഞ് നമ്മുടെ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റൊക്കെ ചെക്ക് ചെയ്തതിന് ശേഷം മാത്രമേ നമുക്ക് ട്രക്കിംഗ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുകയുള്ളൂ. അഗസ്ത്യാർകൂടം എന്ന് പറയുമ്പോൾ നിങ്ങൾക്കെല്ലാം അറിയാം, അഗസ്ത്യമുനി. ഹിന്ദു പുരാണം അനുസരിച്ച് അഗസ്ത്യമുനി എന്ന് പറയുന്നത് സപ്തർഷികളിൽ ഒരാളാണ്, 7 ഋഷികളിൽ ഒരാൾ. അപ്പോൾ അദ്ദേഹത്തെ ആരാധിക്കുന്നവരും ഞങ്ങൾക്ക് അദ്ദേഹത്തിൻ്റെ ഭക്തരും അവിടെ അഗസ്ത്യമുനിയുടെ ഒരു അമ്പലമുണ്ട്, അഗസ്ത്യമുനിയുടെ ഒരു ചെറിയ പ്രതിഷ്ഠയുണ്ട്. അവിടെ പൂജയും മറ്റു കാര്യങ്ങളൊക്കെ നടത്തുന്നുണ്ട്. അപ്പോൾ ഈ മകരസംക്രാന്തി കഴിഞ്ഞിട്ട് ശിവരാത്രിക്ക് ഇടയ്ക്കുള്ള ഈ ഒരു മാസക്കാലമാണ് ഒരു തീർത്ഥാടന യാത്രയ്ക്കും കൂടി വേണ്ടിയിട്ടാണ് വനംവകുപ്പ് ഈ ട്രക്കിംഗ് സീസൺ ഏർപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഇതിൽ നമുക്ക് മുൻകൂട്ടി നിശ്ചയിച്ച പ്രകാരം ഓൺലൈൻ ബുക്കിങ്ങോ അല്ലെങ്കിൽ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഓഫീസിൽ നിന്നോ നമുക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്തതിന് ശേഷം മാത്രമേ ട്രക്കിങ്ങിൽ പങ്കെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അഗസ്ത്യാർകൂടം എന്ന് പറയുമ്പോഴും അത് മാത്രമല്ല, പ്രത്യേകത എന്ന് പറയുന്നത് യുനെസ്കോയുടെ വേൾഡ് ലിസ്റ്റിൽ ഉള്ള ഒരു ബയോസ്ഫിയർ റിസർവാണ്. ഏകദേശം 300ഓളം അപൂർവ ഇനം പക്ഷികളും ഏകദേശം 200ഓളം ഔഷധ സസ്യങ്ങളും ഉൾപ്പെടുന്ന ഒരു ബയോസ്ഫിയർ റിസർവാണ് അഗസ്ത്യാർകൂടം. അപ്പോൾ അഗസ്ത്യാർകൂടത്ത് ഈ ട്രക്കിംഗ് എന്ന് വെച്ചാൽ 20 കിലോമീറ്റേഴ്സ് ഉള്ള ഒരു ട്രക്കിംഗ് ആണ്. അപ്പോൾ അത് കാട്ടിന് നടുവിലൂടെ നമ്മൾ ട്രയൽ റൂട്ടിലൂടെയാണ് പോകുന്നത്. അത് കേരളത്തിലെ തന്നെ ഏറ്റവും ദുർഘടമേറിയ ഒരു ട്രക്കിംഗ് റൂട്ടാണ് അഗസ്ത്യാർകൂടം എന്ന് പറയുന്നത്. അത് ആരംഭിക്കുന്നത് ബോണക്കാട് പിക്കറ്റ് സ്റ്റേഷനിൽ നിന്നാണ്, ഫോറസ്റ്റ് പിക്കറ്റ് സ്റ്റേഷനിൽ നിന്നാണ്. ഇപ്പം നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്ന ബോണക്കാട് ഫോറസ്റ്റ് പിക്കറ്റ് സ്റ്റേഷനിൽ നിന്നാണ്. ഏകദേശം 8 മണിയോടെയാണ് അവിടെ നമുക്ക് ചെല്ലേണ്ടത്. ഇപ്പോൾ സമയം ഏകദേശം 7:30 അടുപ്പിച്ചാണ്. 8 മണി തൊട്ടാണ് അവിടെ പ്രവേശനത്തിനുള്ള ടിക്കറ്റ് വെരിഫിക്കേഷൻ സ്റ്റാർട്ട്. നമ്മൾ ടിക്കറ്റ് വെരിഫിക്കേഷനൊക്കെ കഴിഞ്ഞ് മാത്രമേ നമുക്ക് ഫൈനൽ എൻട്രി പാസ് കിട്ടിയുള്ളൂ. ഏകദേശം ട്രക്കിംഗ് റൂട്ട് ഞാൻ ചെറുതായിട്ടൊന്ന് ബ്രീഫ് ചെയ്യാം. ബേസ് ക്യാമ്പ് എന്ന് പറയുന്നത് ബോണക്കാട് പിക്കറ്റ് സ്റ്റേഷനാണ്, ഫോറസ്റ്റ് പിക്കറ്റ് സ്റ്റേഷൻ. അവിടെ നിന്ന് ഏകദേശം ഇന്ന് യാത്ര ആരംഭിച്ച് 14 കിലോമീറ്റർ കാട്ടിനുള്ളിലൂടെ നടന്ന് അതിരുമല ബേസ് ക്യാമ്പ് എന്ന് പറയുന്ന സ്ഥലത്ത് എത്തിച്ചേരുന്നു. അപ്പോൾ അവിടെയാണ് നമ്മൾ ഇന്ന് രാത്രി സ്റ്റേ ചെയ്യുന്നത്. അതിനുശേഷം നാളെ രാവിലെ 7 മണിയോടുകൂടി വീണ്ടും 6 കിലോമീറ്റർ ട്രക്കിംഗ് ചെയ്ത് നമ്മൾ അഗസ്ത്യാർകൂടം ടോപ്പിലെത്തും. ഏകദേശം 6129 അടി ഉയരത്തിലാണ് അഗസ്ത്യാർകൂടം പീക്ക് എന്ന് പറയുന്നത്. ബോണക്കാട് പിക്കറ്റ് സ്റ്റേഷനിലേക്ക് പോകുന്ന വഴിക്ക് പൂട്ടിക്കിടക്കുന്ന മഹാവീർ പ്ലാന്റേഷൻസ് ആണിത്. കഴിഞ്ഞ 10-20 വർഷമായിട്ട് പൂട്ടിക്കിടക്കുന്ന ഒരു തേയില റബ്ബർ ഫാക്ടറിയാണ്. ഇവിടേക്ക് ട്രക്കിങ്ങിന് വേണ്ടി വരുന്നവർ മെയിനായിട്ടും കയ്യിൽ ഒരു 1500 to 2000 റുപ്പീസ് കയ്യിൽ കരുതിയിരിക്കുന്നത് നന്നായിരിക്കും. കാരണം ഇവിടുത്തെ ക്യാൻറ്റീനിലെ ഫുഡിൻ്റെ റേറ്റൊക്കെ വളരെ കൂടുതലാണ്. മാത്രമല്ല നമ്മളവിടെ പാർക്കിംഗ് ഫീസൊക്കെ കൊടുക്കേണ്ടി വരും. ഇനി പ്ലാസ്റ്റിക് ബോട്ടിൽസോ കവറുകളോ മറ്റോ കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ അതിനും കോഷൻ ഡെപ്പോസിറ്റ് അടയ്ക്കേണ്ടി വരും. അതുപോലെ തന്നെ അതിരുമല ക്യാൻറ്റീനുണ്ട്, അവിടെയും ഫുഡിൻ്റെയും ഇതിൻ്റെയൊക്കെ റേറ്റ് കുറച്ച് കൂടുതലാണ്. അതുകൊണ്ട് മിനിമം ഒരാളുടെ കയ്യിൽ 1500 എങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് മറ്റു കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് മാനേജ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഏകദേശം ബ്രേക്ക്ഫാസ്റ്റിന് 175 രൂപയും കഞ്ഞിക്ക് 150 രൂപയുമാണ് ഇവിടെ ഈടാക്കുന്നത്. അതുപോലെ തന്നെ കട്ടൻ ചായക്ക് 20 രൂപയും ചുക്ക് കാപ്പിക്ക് 30 രൂപയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ പറഞ്ഞ റേഞ്ചിലുള്ള ഒരു ക്യാഷിന് എൻ്റെ കയ്യിൽ കരുതിയിരിക്കുന്നത് നന്നായിരിക്കും. പലരും ഈ കാട്ടിലൂടെ യാത്ര ചെയ്യുന്നതുകൊണ്ട് ക്യാഷിൻ്റെ ആവശ്യമില്ലെന്ന് വിചാരിച്ച് കുറച്ച് പൈസ കൊണ്ടുവരുന്നവരുണ്ട്. അപ്പോൾ അങ്ങനെ നമുക്ക് ഈ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ഇതിൻ്റെയൊക്കെ റേറ്റ് കൂടുതലായതുകൊണ്ട് തന്നെ ക്യാഷിന് എൻ്റെ കയ്യിൽ കരുതിയിരിക്കുന്നതാവും നല്ലത്. പിക്കറ്റ് സ്റ്റേഷനിലേക്കുള്ള വഴിയാണിത്. ഓഫ് റോഡാണ്, ടാർ ചെയ്തിട്ടില്ല. എല്ലാ വണ്ടികളും
ഒരു വണ്ടി ഇടാൻ സ്ഥലമുണ്ട് കേട്ടാ. ഇപ്പോഴും വന്നുകൊണ്ട് കൊള്ളാം. മുകളിലോട്ട് പോയിട്ട് ഇവിടെ ഒന്ന് ഒരു വണ്ടി ഇടാം. വെളിപ്പണോ? ഇവിടെ മുകളിൽ പോയിട്ട് തിരിച്ചു വരി. 7:30 കൂടി ബേസ് ക്യാമ്പായ ബോണക്കാട് പിക്ക് സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ നിന്നാണ് നമ്മൾ ട്രക്കിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത്. നമ്മുടെ വാഹനം പാർക്ക് ചെയ്യാനുള്ള സൗകര്യങ്ങളൊക്കെ ഇവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. പാർക്കിംഗ് ഫീസായിട്ട് 4 വീലർ ആണെങ്കിൽ 100 രൂപ പാർക്കിംഗ് ഫീസായിട്ട് അടയ്ക്കും. ബോണക്കാട് പിക്ക് സ്റ്റേഷനിൽ നിന്നും എൻട്രി പാസും ഒറിജിനൽ ID പ്രൂഫും വെരിഫൈ ചെയ്തതിന് ശേഷം നമ്മുടെ ലഗേജ് ഫുള്ള് ചെക്ക് ചെയ്ത് പ്ലാസ്റ്റിക് ഒന്നും ഇല്ലെന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷമേ നമുക്ക് എൻട്രി ലഭിക്കുകയുള്ളൂ. പ്ലാസ്റ്റിക് നമുക്ക് അഡീഷണൽ കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ ഇതിന് ഒരു കോഷൻ ഡെപ്പോസിറ്റ് അടച്ചു കഴിഞ്ഞാൽ കൊണ്ടുപോകാൻ പറ്റും. അത് തിരിച്ചു വരുമ്പോൾ അത് കാണിച്ചതിന് ശേഷം ആ കോഷൻ ഡെപ്പോസിറ്റ് നമുക്ക് റിട്ടേൺ തരുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ SCR ഗുണം ട്രക്കിംഗ് ആരംഭിച്ചിരിക്കുകയാണ്. ഇതുവഴിയാണ് നടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. കാട്ടിനുള്ളിലൂടെ വിജനമായ കാട്ടിലൂടെ ഒറ്റയ്ക്ക് നടക്കുകയാണ്. പതിനേഴ് പേരടങ്ങുന്ന ബാച്ചിലായിരുന്നു നമ്മൾ ട്രക്കിംഗ് സ്റ്റാർട്ട് ചെയ്തത്. ഇടയ്ക്ക് വെച്ച് എൻ്റെ ബാഗൊന്ന് അറേഞ്ച് ചെയ്യാൻ വേണ്ടി നിർത്തിയതാണ്. പക്ഷെ അവരെ ഇപ്പോൾ കാണുന്നില്ല. ഏതായാലും കാട്ടിലൂടെ ഒറ്റയ്ക്ക് നടക്കുകയാണ്. കൂടാതെ കേരളത്തിലെ ഏറ്റവും നല്ല ശുദ്ധവായു കിട്ടുന്ന ഒരു പ്രദേശം കൂടിയാണ് ഈ അഗസ്ത്യമല. നടന്നു പോകുന്ന വഴിക്ക് ആദ്യത്തെ അരുവി. പോകുന്ന വഴിക്കുള്ള രണ്ടാമത്തെ അരുവിയാണ്. മൂന്നാമത്തെ സ്ട്രീമാണ്. ഇതുപോലെ ഒരുപാട് കയറ്റങ്ങളും ഇറക്കവും എല്ലാം കൂടെ അടുത്തടുത്തായി വന്നുകൊണ്ടിരിക്കുക. അതുകൊണ്ട് തന്നെയാണ് നല്ല ഫിസിക്കൽ കപ്പാസിറ്റി ഉള്ളവർക്ക് മാത്രമേ, അല്ലെങ്കിൽ അങ്ങനെയുള്ളവർ മാത്രമേ അത് സെലക്ട് ചെയ്യാവൂ. അല്ലെങ്കിൽ നന്നായിട്ട് പാടുവരും. ഇവിടെ നല്ല കാറ്റുണ്ട്. 17 പേരടങ്ങുന്ന ബാച്ചിലാണ് കേട്ടോ നമ്മൾ ട്രക്കിംഗ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഫ്രണ്ടിലൂടെ നടന്നു പോണ നമ്മുടെ ഗൈഡാണ്. ഇവിടെ എത്തിയപ്പോഴാണ് കേട്ടോ കാടിൻ്റെ ആ യഥാർത്ഥ ഒരു പച്ചപ്പൊക്കെ ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. ബാക്കിയുള്ള എല്ലായിടത്തും ഒരുമാതിരി ഉണങ്ങിയ പോലെയായിരുന്നു. ഇവിടെ എല്ലാം നല്ല പച്ചപ്പൊട്ട്, നല്ല കാറ്റുണ്ട് കേട്ടോ അവിടെ. ഒരു കയറ്റം കഴിഞ്ഞാൽ ഒരിറക്കം കഴിഞ്ഞാൽ ഒരു കയറ്റം. അങ്ങനെ ട്രക്കിംഗ് പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ്.
ഈ വെള്ളം കുടിക്കോ? ഓ കുടിക്കാം. ഒരുപാടൊന്നും കുടിക്കണ്ട, കുറച്ച് കാണിക്കാം. അപ്പോൾ ഈ താഴെ കൂടെ പോകുന്ന നദിയിലെ വെള്ളം കുടിക്കാമെന്നാണ് ഗൈഡ് പറഞ്ഞത്. അങ്ങനെ ഞാൻ കുപ്പിയിൽ കുറച്ച് വെള്ളം എടുത്ത് കുടിച്ചിട്ടുണ്ട് കേട്ടോ. ആദ്യമായിട്ടാണ് നാച്ചുറൽ സ്ട്രീമിൽ നിന്നുള്ള വെള്ളം കുടിക്കുന്നത്. നല്ല തണുപ്പുണ്ട്, അധികം തണുപ്പില്ല, എന്നാലും നാച്ചുറൽ തണുപ്പ്. കരമനയാർ ക്യാമ്പ് 3. ഇവിടെ നിന്ന് ഇനി 14 കിലോമീറ്റർ ഉണ്ട് കേട്ടോ അഗസ്ത്യാർകൂടത്തേക്ക്. അതായത് നമ്മൾ രാത്രി സ്റ്റേ ചെയ്യുന്ന ക്യാമ്പിലേക്ക് ഇവിടുന്ന് ഏകദേശം ഒരു 8 കിലോമീറ്ററും കൂടെ നടക്കണം. പേപ്പാറ വന്യജീവി സങ്കേതത്തിൻ്റെ ഭാഗമാണ് കേട്ടോ അഗസ്ത്യാർകൂടം. നല്ല ശാന്തതയുണ്ട് ഇവിടെ. നോക്കൂ, ഫ്രണ്ടിലും ബാക്കിലും ആരുമില്ല, ചുറ്റും കാട് മാത്രം. എൻ്റെ ബാച്ചിൽ 17 പേരുണ്ടായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് റെസ്റ്റ് ചെയ്യുമ്പോഴത്തേക്ക് ഡിസ്റ്റൻസ് കൂടി പോകുന്ന. നമ്മുടെ ബാച്ചിൽ ഉള്ള ആരെയും കാണുന്നില്ലല്ലോ.
അഗസ്ത്യാർ വനത്തിലൂടെ നടന്നുകൊണ്ടിരിക്കുകയാണ്, അഗസ്ത്യാർ കൂടത്തിലേക്ക്. ഇനി എനിക്ക് തോന്നുന്നത് ഏകദേശം ഒരു 6 കിലോമീറ്ററോളം നടക്കണം ഇതുപോലെ. എന്നെങ്കിൽ മാത്രമേ നമ്മൾ ഫസ്റ്റ് ബേസ് ക്യാമ്പായ അതിരിമലയിൽ എത്തത്തുള്ളൂ, ഇന്ന് രാത്രി സ്റ്റേ ചെയ്യുന്ന സ്ഥലത്ത്. നടന്ന് തുടങ്ങിയപ്പോൾ നല്ല കിതപ്പുണ്ടായിരുന്നു കേട്ടോ. ഇപ്പം കൂളായി, കാരണം ഇപ്പം നല്ല കയറ്റമൊന്നുമില്ലാത്ത വഴിയാണ്. മാത്രമല്ല നല്ല തണലുമുണ്ട്, നല്ല കാറ്റുമുണ്ട്. താഴേക്കുള്ള കുഴിയുണ്ടോ? ഇവിടുത്തെ ഈ മലയിലെ പുല്ലുകളെല്ലാം തീയിട്ട് കളങ്ങിയിരിക്കുന്നു. കാട്ടുതീ ഒഴിവാക്കാനായിട്ട്. ഇവിടെ നല്ല കാറ്റടിക്കുന്നുണ്ട് കേട്ടോ, നല്ല സൗണ്ട് കാറ്റിൻ്റെ. കുറേ നാളായിട്ടുള്ള ആഗ്രഹമായിരുന്നു കാട്ടിലൂടെ കുറേ നടക്കണം എന്നുള്ളത്. ഈ രാത്രിയിൽ അവിടുത്തെ സ്റ്റേ ചെയ്തിട്ട് വേണം അതൊന്ന് എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട്. കാറ്റെന്ന് വെച്ചാൽ നല്ല ഒടുക്കത്തെ കാറ്റ്, അതുകൊണ്ട് ക്ഷീണം കുറച്ച് കുറഞ്ഞിരിക്കും. നടക്കാൻ തുടങ്ങിയപ്പോൾ ഭയങ്കര കിതപ്പായിരുന്നു, ഇപ്പം നല്ല കൂളായിട്ടുണ്ട്. അതിരിമല ബേസ് ക്യാമ്പ് എത്തിക്കഴിഞ്ഞാൽ, അതിരിമലയല്ല ബോണക്കാട് പിക്കറ്റ് സ്റ്റേഷൻ എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഫോണിന് റേഞ്ചില്ല കേട്ടോ. ഫോൺ വെച്ച് പിന്നെ ഒരു പരിപാടിയും നടക്കില്ല. ഫോൺ വെച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാം. ഇത് കണ്ടോ, ഇതൊരു അരുവിയാണ്. ഇതോട്ട് നമ്മളിപ്പോൾ ഒരു 7ാമത്തെ അരുവിയാണെന്ന് തോന്നുന്നു. ഇതിപ്പം മഴയില്ലാത്തതുകൊണ്ടാണ് വെള്ളം കുറവ്. മഴയുണ്ടെങ്കിൽ നല്ല ഒഴുക്കുണ്ടായിരിക്കും.
വാഴപ്പന്തിയാർ ക്യാമ്പ് 4 ആണ് ഫോറസ്റ്റിൻ്റെ. ഇവിടുന്ന് അഗസ്ത്യാർകൂടത്തേക്ക് 12.5 കിലോമീറ്റർ ഉണ്ട്. അതായത് അതിരുവലം ബേസിലേക്ക് ഏകദേശം ഇനി ഒരു 6 കിലോമീറ്റർ നടക്കണം. ഇപ്പോഴാണ് കാടിൻ്റെ ഒരു പച്ചപ്പൊക്കെ വന്നത്. നല്ല ഇരുട്ട് മൂടി കിടക്കുന്ന കാട്. ഇവിടെ നല്ല തണലാണ്. താഴെ കൂടെ ഒരു സ്ട്രീം ഒഴുകുന്നുണ്ട്. എന്നെ വേദനിപ്പിക്കാതെ എൻ്റെ കുളിർമയുള്ള സൗന്ദര്യം ആസ്വദിക്കും. നമുക്കിത് ക്രോസ് ചെയ്ത് അപ്പുറത്ത് പോകണം. ഇപ്പോൾ തന്നെ മനസ്സിലായില്ലേ എന്തുമാത്രം അരുവികളാണ് അഗസ്ത്യാർവനത്തിൽ നിന്നും പശ്ചിമഘട്ടത്തിൽ നിന്നും ഉത്ഭവിക്കുന്നത്. ഇത് തന്നെ 4ാമത്തെ വലിയ ഒരു വെള്ളച്ചാട്ടമാണ്. ഇതിനു മുമ്പ് നമ്മൾ ഏകദേശം ഇപ്പോൾ ഒരു 10-12ഓളം അരുവികൾ ചെറുതും വലുതുമായ തോട്ടിലേക്ക് കടന്നാണ് വന്നിട്ടുള്ളത്. ഇതാണ് അട്ടയാർ ക്യാമ്പ് ഷെഡ്. ആളുകൾ ഇവിടെ ഇരുന്ന് ഫുഡൊക്കെ കഴിക്കുന്നുണ്ട്. 1 മണിയോടുകൂടിയാണ് അട്ടയാർ ക്യാമ്പിൽ എത്തിച്ചേർന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ലഞ്ച് കഴിക്കാനുള്ള സമയമായി. ബോണക്കാട് പിക്കേ സ്റ്റേഷനിലെ ക്യാൻറ്റീനിൽ നിന്ന് നമുക്ക് ഊണോ അതുപോലെ ബൂരിയോ കറിയോ എന്തെങ്കിലുമൊക്കെ മേടിക്കാം. അത് നമ്മൾ ഇവിടെ വന്നാണ് കഴിക്കുന്നത്. നമ്മുടെ കയ്യിലുള്ളത് ബൂരിയും ഗ്രീൻ പീസ് കറിയാണ്. അത് കൂവേലയിൽ പൊതിഞ്ഞിട്ടാണ് നമുക്ക് അവിടുന്ന് തന്നു വിടുന്നത്. അപ്പോൾ 5ാമത്തെ ക്യാമ്പായ അട്ടയാർ ക്യാമ്പ്. അപ്പോൾ അവിടെ നിന്നാണ് നമ്മൾ ഉച്ചഭക്ഷണം കഴിച്ചത്. കഴിഞ്ഞതിന് ശേഷം നമ്മൾ വീണ്ടും
ട്രക്കിംഗ് ആരംഭിച്ചിരിക്കുകയാണ്. ഇതുണ്ടോ ഈ പാറയിൽ ഒരു ആരോ മാർക്ക് ഇട്ടേക്കുന്നുണ്ടല്ലേ. അപ്പം മെയിനായിട്ടുള്ള ട്രയൽ റൂട്ടുകളിലെല്ലാം ചെയ്യുന്ന ഒരു ഐഡിയയാണ് ഇത്, വഴി തെറ്റാതിരിക്കാൻ വേണ്ടി. ഡയറക്ഷൻ മാർക്ക് ചെയ്തിരിക്കും. ഇവിടെ ഇപ്പം നമുക്ക് ഒരു വഴി മാത്രമേ കാണുന്നുള്ളൂ, വഴി തെറ്റാനുള്ള ചാൻസ് കുറവാണ്. എന്നാലും ആരോ മാർക്ക് ഇട്ട് വെച്ചിരിക്കുന്നതുകൊണ്ട് വഴി തെറ്റാതെ പോകാം. അങ്ങ് ദൂരെ കാണാൻ പറ്റുന്നുണ്ടോ? ദൂരെ കാണുന്നില്ലേ? ആ മേഘത്തിനടുത്തായിട്ട് കാണുന്ന അതാണ് അഗസ്ത്യമല എന്നാണ് എൻ്റെ വിശ്വാസം. ട്രക്കിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ട് 5-ാമത്തെ മണിക്കൂറാണ്. ഏകദേശം 14 കിലോമീറ്ററോളം ഉണ്ട് ഈ അതിരിമല ബേസ് ക്യാമ്പിലേക്ക്, പിക്കറ്റ് സ്റ്റേഷനിൽ. പുക കാണുന്നുണ്ടോ? അവിടെ കാട്ടുതീയാണെന്ന് തോന്നുന്നു. നന്നായിട്ട് തീ കത്തുന്നുണ്ട്. നേരെ മുമ്പിൽ കാണുന്ന ആ വലിയ മലയുണ്ടല്ലോ, അതാണ് അഗസ്ത്യാർകൂടം നമുക്ക് പോകേണ്ടത്. ഈ അത്രയും ദൂരം നമ്മൾ ഇവിടുന്ന് നടക്കണം, അല്ലേ അവിടെ എത്തുള്ളൂ. ഓണക്കാട് ഫോറസ്റ്റ് പിക്കറ്റ് സ്റ്റേഷനിൽ നിന്ന് അതിരിമല വരെ ഉള്ളതിൽ വെച്ചിട്ട് ഏറ്റവും ടഫസ്റ്റ് പാർട്ടാണ് കേട്ടോ അഗസ്ത്യാർകൂടം ട്രക്കിങ്ങിൻ്റെ. ഇത് ഇനിയെല്ലാം ഇതോട്ട് കുത്തനെയുള്ള കയറ്റമാണെന്ന് തോന്നുന്നു. നമ്മളിത്
കംപ്ലീറ്റ് ചെയ്താൽ മാത്രമേ അതിരമല ബേസ് ക്യാമ്പിൽ എത്തുകയുള്ളൂ. ഈ ഏരിയയിൽ കാടിൻ്റെ ഒരു പ്രത്യേകത ഭയങ്കര സൈലൻ്റാണ്, ഡീപ്പ് സൈലൻ്റാണ് കാട്. മറ്റേടത്തൊക്കെ നല്ല കിളികളുടെ സൗണ്ടും കാറ്റും ഒക്കെ ആയിരുന്നു. ഇവിടെ നല്ല നിശബ്ദത. നമ്മൾ കയറി വന്ന വഴിയാണ് കേട്ടോ താഴോട്ട് കാണുന്നത്. ഇത്രയും ചെങ്കുത്തായ കയറ്റമാണ് കയറി വന്നത്. ഇത് കയറിയിട്ടും തീരുന്നില്ല കേട്ടോ. കുത്തനെയുള്ള കയറ്റമായിപ്പോയി. ഇവിടെയൊക്കെ ആനപ്പെണ്ണം കിടക്കുന്നുണ്ടോ? ആന പോകുന്ന വഴിയായിരിക്കണം ഇതൊക്കെ. കൊടും കാടാണ് കണ്ടോ. തുടങ്ങിയ ട്രക്കിങ് ഇപ്പോൾ 6 മണിക്കൂർ പിന്നിട്ടിരിക്കുകയാണ്. എന്നാലും നമ്മൾ അതിരമല ബേസ് ക്യാമ്പിൽ എത്തിയിട്ടില്ല. അങ്ങനെ കേസ് കഠിനമായ മലകയറ്റം അവസാനിച്ചിരിക്കുകയാണ്. കേരളത്തിലെ ഏറ്റവും കഠിനമേറിയ ട്രക്കിംഗ് സ്പോട്ടാണ് അഗസ്ത്യാർകൂടമെന്ന് കേട്ടിട്ടേ ഉള്ളായിരുന്നു. അതിപ്പം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ വളരെ ഈസി ആയിട്ട് കംപ്ലീറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു വന്നതാണ്.
ഇതിപ്പം 9:30 തുടങ്ങിയത് ഇപ്പം 4:30 ആകും. ഇതുവരെ കഴിഞ്ഞില്ല. ഇതുകൊണ്ട് തന്നെയാണ് ഫിസിക്കൽ ആയിട്ട് കേപ്പബിളായിട്ടുള്ള ആൾക്കാർക്ക് ഇത് പറ്റൂ എന്ന് പറയും. എന്നാലും ഒരു 50-55 ഉള്ള ആൾക്കാരൊക്കെ പോകുന്നുണ്ട്. വളരെ കുറച്ച് ചുരുക്കം ആൾക്കാർ. കാട്ടിലൊക്കെ എന്തെങ്കിലും ഉണ്ടോ ഇല്ലയോ എന്നറിയില്ല. ഞാനങ്ങ് പോവുകയാണ്. കാരണം എനിക്ക് ചെറിയ മസിൽ പെയിൻ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഒരുപാട് റെസ്റ്റ് എടുത്തു. അപ്പോഴത്തേക്ക് എല്ലാവരും പോയി കഴിയും. കണ്ടോ, കൊടും കാടാണ്. ഇവിടെ എല്ലാം ഇങ്ങനെ നിശബ്ദത പാലിക്കുകയെന്ന് എഴുതി വെച്ച് ബോർഡ് വെച്ചിട്ടുണ്ട്. വന്യജീവികളൊക്കെ ഉള്ള സ്ഥലം ആയതുകൊണ്ടായിരിക്കാം, അറിയില്ല. എന്തായാലും ഇവിടെ നല്ല സൈലൻ്റാണ്. അങ്ങനെ നമ്മൾ അതിരുമല ക്യാമ്പിലെത്തി ഗൈസ്. നടന്നു മനുഷ്യൻ ഉണ്ടോ. ഇവിടുന്ന് 6 കിലോമീറ്റർ ഉണ്ട്. 7ാമത്തെ ക്യാമ്പാണ് അതിരുമല ക്യാമ്പ്. കാല് വേദനിച്ചിട്ട് വയ്യ. കണ്ടോ, കുറച്ച് ചുമന്ന തുണികളൊക്കെ കെട്ടിയിരിക്കുന്നു. പ്രതിഷ്ഠയൊക്കെ ഉണ്ട് അവിടെ. ഇവിടെയാണ് അതിരുമല ബേസ് ക്യാമ്പ്. ഇവിടെ ഡോർമെറ്ററി സൗകര്യമാണ് ഒരുക്കിയിട്ടുള്ളത്. നമ്മൾ ഇന്ന് രാത്രി ഇവിടെ സ്റ്റേ ചെയ്തതിന് ശേഷം നാളെ രാവിലെ ആയിരിക്കും അഗസ്ത്യാർകൂടത്തിലേക്കുള്ള ട്രക്കിങ് ആരംഭിക്കുന്നത്. അങ്ങ് ദൂരെയായി ഒരു മല കാണുന്നില്ലേ, അതാണ് അഗസ്ത്യാർകൂടം പീക്ക്. നാളെ രാവിലെ നമ്മൾ ഇവിടുന്ന് അവിടേക്കാണ് യാത്ര ചെയ്യുന്നത്. ഡോർമെട്രിക്കുള്ളിൽ ബെഡ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഇങ്ങനെയാണ്. ലേഡീസിനും ജെൻസിനും പ്രത്യേകം ഡോർമെട്രിയാണ്.